Hi all, welcome back to LitLab. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ്. നമ്മുടെ ബികോം പേപ്പറിലെ മേജർ ആയിട്ടുള്ള ഒരു പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്. ഇതിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർ ഷെയർസ് ആൻഡ് ഡിബെഞ്ചർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് ഫോർ ഷെയർസ് ആൻഡ് ഡിബെഞ്ചർ, ഷെയർ, ഡിബെഞ്ചർ, ഈ ടേംസ് ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക കോർപ്പറേറ്റ് ടേംസിലാണ്. അതായത് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആണ്. കമ്പനീസ് മീൻസ് മൾട്ടിനാഷണൽ കമ്പനീസോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസോ ഒക്കെ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യും. സോ എന്താണ് ഒരു കമ്പനി എന്ന് പറയാം? Company is described as a voluntary association of persons who have come together for carrying on some business and sharing the profits with capital divided into numerous transferable shares. കമ്പനി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് വന്ന് ഒരു പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടി എന്തെങ്കിലും ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നു. അതേപോലെ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവർ ഒരുമിച്ച് കൊണ്ടുവന്നതായിരിക്കും. ആ ഒരു ക്യാപിറ്റലിനെ അവർ ഒരുപാട് ഷെയർസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ് ഫോർ വിച്ച് ഇറ്റ് ഈസ് ഫോംഡ്. അതായത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. അതായത് നിയമപ്രകാരം മറ്റൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് നമ്മൾ കമ്പനീസിനെ കൺസിഡർ ചെയ്യുക. സോ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് കമ്പനി ഇസ് എ ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എൻ എക്സിസ്റ്റിംഗ് കമ്പനി. അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കമ്പനി അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ കമ്പനി എന്ന് വിളിക്കുക. സോ കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ പോലെ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക എല്ലാ പേർപ്പസിലും. അതായത് ഇൻകം ടാക്സ് പേർപ്പസ് ആയിക്കോട്ടെ, മറ്റ് പേർപ്പസുകൾക്കൊക്കെ കമ്പനിയെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി കമ്പനിയിലെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഷെയർ, ഡിബഞ്ചർ എന്നൊക്കെ പറയുന്നത് കമ്പനിയുടെ ക്യാപിറ്റൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ ഒരു ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിക്ക് എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. In order to finance procurement of resources and to run its operation, every company requires capital. അതായത് എല്ലാ കമ്പനികളും റൺ ചെയ്യണമെങ്കിൽ അതിന് ബേസിക് ആയിട്ട് കുറച്ച് എമൗണ്ട് ക്യാപിറ്റൽ വേണം. സോ ഒരു കമ്പനി ഓർഗനൈസേഷൻ ആണ്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ റേസ് ചെയ്യും. ആ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ബിസിനസ്സുകൾ കണ്ടക്ട് ചെയ്യാണ് ചെയ്യുക. സോ ഇതിനു വേണ്ടിയിട്ട് പബ്ലിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ആൾക്കാർ, ഇവരൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ പബ്ലിക് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിന്റെ അകത്തേക്ക്. സോ ദിസ് അലൗസ് എ ട്രഡീഷണൽ കമ്പനി to raise huge amount of capital to finance operations at a large scale. ഈ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കമ്പനി എപ്പോഴും അതിനൊരു ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടാവും. അതായത് നമ്മൾ എപ്പോഴും ചോദിക്കും ആരാണ് റിലയൻസിന്റെ ഓണർ എന്ന് ചോദിക്കും. റിലയൻസിന്റെ ഓണർ ആരാന്ന് ചോദിക്കും, നമ്മൾ മേ ബി പറയുമായിരിക്കും അംബാനി എന്ന് പറയുമായിരിക്കും. ഒബ്വിയസ്ലി അല്ല. പക്ഷെ ആരാണ് ഓണർ? എല്ലാ ഷെയർ ഓണേഴ്സിനെയും നമ്മൾ ആരായിട്ടാണ് കൺസിഡർ ചെയ്യുക? ഓണേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ കമ്പനിയുടെ ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും ആ കമ്പനിയുടെ ഓണറാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ റിലയൻസിന്റെ ഒരു ഷെയർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ആ ഒരു റിലയൻസ് കമ്പനിയുടെ ഓണർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യപ്പെടുക. സോ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത്രയും റെലവെന്റ് ആണ്. ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് പബ്ലിക്കിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. അടുത്താണ് ഷെയർ ക്യാപിറ്റൽ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. The total capital of a company is split into small equal parts. Each part therefore represents a share of the ownership of the company. ഒരു കമ്പനിയുടെ ക്യാപിറ്റലിന് ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ക്യാപിറ്റലിന് നമ്മൾ ഒരുപാട് ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന ഓരോ ഭാഗത്തിനെയും നമ്മൾ ഷെയർ എന്നാണ് വിളിക്കുക. ഈ ഷെയർ ആരൊക്കെ ഓൺ ചെയ്യുന്നുണ്ടോ ആ ഓൺ ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഷെയർ ഓണർ എന്നാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ABC കമ്പനി, ആ ABC കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 lakhs എമൗണ്ട് ആണ്. ഈ 2 lakhനെ നമ്മൾ ഒരു 10,100 rupees ഷെയർ അല്ലെങ്കിൽ 10 rupees ഷെയർ ആക്കി കൺവേർട്ട് ചെയ്തു. ഈ ഓരോ 10 rupees ഷെയർ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെയും നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഓണർ എന്നാണ് പറയാം. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 2 lakhും ഈ 10 rupees ആയിട്ടുള്ള ഓരോ ഷെയറിനെയും ഷെയർ എന്നുമാണ് പറയാം. So investor subscribing to the same becomes the owner of the company and is known as shareholder or member of the company. So നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷെയർ വാങ്ങിക്കുന്ന എല്ലാ ആൾക്കാരെയും ഷെയർ ഹോൾഡർ അതുപോലെ ഓണർ എന്നാണ് കൺസിഡർ ചെയ്യുക. Each such part of capital is sold in form of a security or instrument called share and the capital procured is called share capital. സോ ഷെയർ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഷെയർ. ഈ ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഷെയർ പർച്ചേസ് ചെയ്ത ഒരാൾക്ക് ആ ഒരു ഷെയർ മറ്റൊരാൾക്ക് സെല്ല് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഷെയർ മറ്റൊരാൾക്ക് സെല്ല് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടാവും.
As per section 2 subsection 84 of the act, share means a share in the share capital of a company and includes a stock. ഒരു സ്റ്റോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിക്കുക. ഫീച്ചേഴ്സ് ഓഫ് ഷെയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് റെപ്രസെന്റ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിന്റെ ഏറ്റവും ചെറിയ രൂപമാണ്. അതായത് ഒരു 2 ലക്ഷം രൂപയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഭാഗമായിട്ടുള്ള 10 rupees എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. സോ ഇറ്റ് റെപ്രസെന്റ് സ്മോളസ്റ്റ് യൂണിറ്റ്. Each share has a specific value representing the part of capital in value. എല്ലാ ഷെയറിനും ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ടാവും. അതുപോലെ ഇത്തരം വാല്യൂകളെയാണ് നമ്മൾ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ 100 rupeesനാണ് സെൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കമ്പനി പറയുന്നത് ഞങ്ങൾക്ക് 100 rupeesന്റെ 1 lakh ഷെയർസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതേ സമയത്ത് ആ ഒരു 100 rupeesന്റെ ഷെയർ ഒരു പക്ഷേ വിറ്റ് പോകുന്നത് 110 രൂപക്കോ 120 രൂപക്കോ ഒക്കെ ആയിരിക്കും. അവിടെ എന്താണ്? ഫേസ് വാല്യൂലല്ല വിറ്റ് പോകുന്നത്. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ കമ്പനി പറഞ്ഞാൽ 100 rupees ആണ്. എന്നാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ബേസിൽ കമ്പനിയുടെ ഷെയർസിന്റെ വാല്യൂ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അതായത് നമ്മൾ പറയല്ലേ, സ്റ്റോക്കിൽ ഇൻഡെക്സ് കൂടി കുറഞ്ഞു, അതിനനുസരിച്ച് ഇന്ന ഷെയറിന്റെ വാല്യൂ കൂടി. അപ്പം ഈ ഷെയറിന്റെ വാല്യൂ കൂടി എന്ന് പറയുന്നത് ഷെയറിന്റെ റുപ്പീസ്. അതായത് എന്നാൽ ഇവിടെ നോമിനൽ വാല്യൂ, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് കമ്പനി എത്ര രൂപക്കാണോ ഇനീഷ്യലി അത് സെൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതിനെയാണ് ഫേസ് വാല്യൂ എന്ന് പറയാം. സോ ഷെയർസ് ഓഫ് എ സ്പെസിഫിക് സീരീസ് മസ്റ്റ് ഹാവ് ദ സെയിം വാല്യൂ. അതായത് ഒരു സ്പെസിഫിക് സീരീസിൽ ഇവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ ഷെയർ ക്യാപിറ്റൽ ആയിട്ട് ആവശ്യമുണ്ട്, അതിനുവേണ്ടി 100 രൂപയുടെ 20,000 ഷെയർസ് ആണ് ഞങ്ങൾ റേസ് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഈ എല്ലാ ഷെയർസ് ഒരുമിച്ച് റേസ് ചെയ്യുന്ന എത്ര ഷെയർസ് ആണോ അത്രയും ഷെയർസിന് സെയിം ഫേസ് വാല്യൂ ആയിരിക്കണം ഉണ്ടാവുന്നത്. സോ ഷെയർ റെപ്രസെന്റ്സ് ഓൺലി എ പാർഷ്യൽ ഓണർഷിപ്പ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഭാഗം മാത്രമാണ് ഷെയർ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഷെയർസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതൊരിക്കലും ഒരാൾക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ല. അതിന്റെ ഡോക്യുമെന്റ്സ് നശിച്ചു പോയി എന്ന് വെച്ചാൽ ഷെയർ ക്യാപിറ്റൽ ഒരിക്കലും നഷ്ടാവില്ല. നമ്മൾ വായിക്കലില്ലേ, 20 വർഷം മുമ്പ് ഒരാൾ 100 രൂപയുടെ ഒരു ഷെയർ വാങ്ങി, അത് ഇന്ന് 10,000 ലക്ഷക്കണക്കിനോ രൂപകൾ വേർത്തായിട്ട് മാറുന്നുണ്ടാവും. സോ അവിടെ എന്താണ്? ആ ഒരു ഷെയറിന്റെ ഡോക്യുമെന്റ് മിസ്സായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷെയറിന്റെ എക്സിസ്റ്റൻസ് ഒരിക്കലും ഇല്ലാതെ ആവുന്നില്ല. സോ ഈ ഷെയർ ഹാസ് എ ഡിസ്റ്റിങ് നമ്പർ. എല്ലാ ഷെയർ ക്യാപിറ്റലിനും ഒരു ഡിസ്റ്റിങ് നമ്പർ ഉണ്ടാവും. 100, 200, 300 എന്നൊക്കെ പറഞ്ഞ് ഒരു ബണ്ടിലായിട്ടായിരിക്കും ഷെയർസ് കമ്പനികൾ റേസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ടൈപ്സ് ഓഫ് ഷെയർസ് ആണ്. ഷെയർസ് നമുക്ക് ബേസിക് ബ്രോഡായിട്ട് രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. പ്രിഫറൻസ് ഷെയർസും ഉണ്ട്, ഇക്വിറ്റി ഷെയർസും ഉണ്ട്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് പറയുന്ന പോലെ തന്നെ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടാവും. അതായത് ഈ ഷെയർ വാങ്ങിക്കുന്ന ആൾക്ക് സാധാരണ ഷെയർ ഹോൾഡറിനേക്കാളും എക്സ്ട്രാ ആയിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു റൈറ്റ് കിട്ടുന്നുണ്ടാവും. അതിനാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. സോ ദീസ് ഷെയർസ് ഇൻ കേസ് ഓഫ് വിച്ച് ഷെയർ ഹോൾഡർ എൻജോയ് സർട്ടൻ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് to receive dividend and repayment of capital in the event of liquidation of a company. അതായത് ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയത്ത് കമ്പനി ആദ്യം പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അതുപോലെ തന്നെ കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് കമ്പനിക്ക് ഈ ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞൊരു ലയബിലിറ്റി ഉണ്ടല്ലോ, അതും കമ്പനി ഫസ്റ്റ് ചെയ്യുക പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അതേസമയം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ആരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ മോട്ടീവ് ഒന്നുമില്ല, പ്രിഫറൻസ് ഒന്നുമില്ല, അവർക്ക് യാതൊരു എക്സ്ട്രാ റൈറ്റും ഇല്ല. അതേസമയം അവർ നോർമലി ആ കമ്പനിയുടെ ഷെയർസ് ഓൺ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉണ്ടാവൂ. സോ ദീസ് ആർ ഷെയർസ് ദാറ്റ് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത എല്ലാ ഷെയർസിനെയും നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്നാണ് പറയാം. അതേസമയം ഇവർക്ക് എന്താണ്? ഒരു പ്രിഫറൻസ് റൈറ്റും ഉണ്ടാവില്ല. എന്നാൽ ഇവരായിരിക്കും ശരിക്കും കമ്പനിയുടെ അൾട്ടിമേറ്റ് ഓണേഴ്സ്. അതായത് കമ്പനിക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക ഇക്വിറ്റി ഷെയർസിനായിരിക്കും. അതായത് ബോണസ് കിട്ടുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് or with differential rights as to dividend, voting or otherwise in accordance with such roles may be prescribed. So ഈ പറഞ്ഞിട്ടുള്ള ഇക്വിറ്റി ഷെയർസിന് ഒരുപാട് എക്സ്ട്രാ റൈറ്റ്സ് ഉണ്ടാവും. അതായത് അവർക്ക് വോട്ടിംഗ് പവർ ഉണ്ടാവും. കമ്പനിയുടെ ഷെയർ മീറ്റിംഗിലും ബോർഡ് മീറ്റിംഗിലൊക്കെ പങ്കെടുക്കാനും അതിൽ വോട്ട് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് ഉണ്ടാവുക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ഇനി നമ്മൾ പ്രിഫറൻസ് ഷെയർസിനെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. പ്രിഫറൻസ് ഷെയർസ് നമുക്ക് കുറെ ഹെഡായിട്ട് ക്ലാസിഫൈ, എക്സാംസിനൊക്കെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രിഫറൻസ് ഷെയർസിന്റെ ടൈപ്സ് ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഒരു ടൈപ്പായിട്ട് പറയാം, റെഡീമബിൾ വേഴ്സസ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞാലോ 20 ഇയേഴ്സ് കഴിഞ്ഞാലോ ഒക്കെ നമ്മൾ
ആ ഒരു ക്യാപിറ്റൽ ആരാണോ ഓൺ ചെയ്യുന്നത് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അത്തരം ഷെയർസിനെയാണ് റെഡീമബിൾ എന്ന് പറയാം. എന്നാൽ ഇറഡീമബിൾ എന്തായിരിക്കും? ആ എമൗണ്ട് തിരിച്ചു കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ അത്തരം ഷെയർസിനെയാണ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. ഇനി കൺവേർട്ടിബിൾ ഉണ്ട്, നോൺ കൺവേർട്ടിബിൾ ഉണ്ട്. കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് ഒരു 2-3 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത്തരം ഷെയർസിനെയാണ് കൺവേർട്ടിബിൾ എന്ന് പറയാം. അതേസമയത്ത് നോൺ കൺവേർട്ടിബിൾ എന്തായിരിക്കും? സെയിം. ഈ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത്തരം ഷെയർസിനെയാണ് നോൺ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയാം. ഇനി ഫിക്സഡ് റേറ്റ് വേഴ്സസ് ഇൻക്രീസിംഗ് റേറ്റ് പ്രിഫറൻസ് ഷെയർ. ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും അവർക്ക് റിസീവ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു 10,000 റുപ്പീസ്, ഒരു 1 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്ത ഷെയറിന്റെ വാല്യൂ എങ്കിൽ ഒരു 10,000 റുപ്പീസ് എല്ലാ മന്തും അല്ലെങ്കിൽ ആനുവലി ഇയാൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം ഷെയർസിനെയാണ് ഫിക്സഡ് റേറ്റ് എന്ന് പറയാം. എന്നാൽ ഇൻക്രീസിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇയറിൽ 10%, സെക്കൻഡ് ഇയറിൽ 20% ഓർ 12% അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവുമെങ്കിൽ അത്തരം ഷെയർസിനെയാണ് ഇൻക്രീസിംഗ് റേറ്റ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. അടുത്തതാണ് ക്യുമുലേറ്റീവ് വേഴ്സസ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇതിന് അക്യുമുലേറ്റഡ് ഡിവിഡൻഡുകൾ റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. അതായത് നമ്മൾ ഒരു കമ്പനി റൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫസ്റ്റ് 2 years ഒക്കെ മേ ബി പ്രോഫിറ്റ് ഉണ്ടാവില്ല, ജസ്റ്റ് ബ്രേക്ക് ഈവൻ ടച്ച് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്നാൽ 3rd year മുതൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട് കമ്പനിക്ക്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും പ്രോഫിറ്റിന്റെ ഒരു ഫിക്സഡ് എമൗണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്യുമുലേറ്റീവ് ആയിട്ട് 3rd yearൽ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം പ്രിഫറൻസ് ഷെയർസിനെയാണ് ക്യുമുലേറ്റീവ് എന്ന് പറയാം. എന്നാൽ നോൺ ക്യുമുലേറ്റീവ് എന്താണ്? സെയിം. ഈ ഒരു റൈറ്റ് കിട്ടാത്ത ആൾക്കാർ, അതായത് ഈ പറഞ്ഞിട്ടുള്ള ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് പ്രിഫറൻസ് റൈറ്റുകളൊന്നും കിട്ടുന്നില്ല, അവർക്ക് ഒരു വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. അത്തരം ഷെയർ ഹോൾഡേഴ്സ് ആണ് നോൺ ക്യുമുലേറ്റീവ്. ഇനി പാർട്ടിസിപ്പേറ്റീവ് വേഴ്സസ് നോൺ പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. അതേസമയത്ത് നോൺ പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ റീപേയ്മെന്റ് അതുപോലെ ഡിവിഡൻഡ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ബോഡി മീറ്റിങ്ങുകളിലോ അത്തരം കാര്യങ്ങളിലോ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലെങ്കിൽ അവരെയാണ് നോൺ പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.